സർക്കാർമാർ ഈ 5 കൊല്ലം എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ജനങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. K20യിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പത്തനംതിട്ട മണ്ഡലമാണ് നമ്മൾ പരിശോധിക്കുന്നത്. 2008-ൽ രൂപീകൃതമായ പത്തനംതിട്ട മണ്ഡലത്തിൽ 2009-ലെ തെരഞ്ഞെടുപ്പ് മുതൽ UDF സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിയാണ് വിജയിച്ചു വരുന്നത്. ജില്ലയിലെ 5 മണ്ഡലങ്ങൾക്ക് പുറമെ കോട്ടയം ജില്ലയുടെ ഭാഗമായ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും പത്തനംതിട്ട മണ്ഡലത്തിന്റെ ഭാഗമാണ്. ഈ 2 മണ്ഡലങ്ങളിലെ വോട്ടുകളാണ് പ്രധാനമായും UDFന്റെ വിജയത്തിന് സഹായകമാകുന്നത്. മണ്ഡലവും ഇവിടത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രവും ആദ്യം പരിശോധിക്കാം. മലയോര കാർഷിക മേഖല, നിരവധിയായ ചെറുപട്ടണങ്ങൾ, കൃഷിയും പ്രവാസികളുമാണ് പ്രധാന സാമ്പത്തിക അടിത്തറ. ക്രൈസ്തവ ജനസമൂഹം പ്രബല ശക്തിയായ മണ്ഡലത്തിൽ മറ്റ് സമുദായ സംഘടനകൾക്കും നിർണായക ശക്തിയാകാൻ കഴിവുണ്ട്. ആദിവാസി സമൂഹങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. മണ്ഡലത്തിന്റെ രൂപീകരണത്തിന് ശേഷം നടന്ന 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ജയിച്ചത് UDF. ആന്റോ ആന്റണിയാണ് 1.5 പതിറ്റാണ്ടായി പത്തനംതിട്ടയെ പ്രതിനിധീകരിച്ച് ഡൽഹിയിലുള്ളത്. കോട്ടയം ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളും ചേർന്നതാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. അതേതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ തുടങ്ങിയ നോക്കൂ. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ, അങ്ങനെ 5 നിയമസഭാ മണ്ഡലങ്ങൾ പത്തനംതിട്ടയിൽ നിന്നും 2 നിയമസഭാ മണ്ഡലങ്ങൾ കോട്ടയത്ത് നിന്നും ചേർന്ന 7 നിയമസഭാ മണ്ഡലങ്ങൾ. ഇനി എത്രയാണ് ആകെയുള്ള വോട്ടർമാരുടെ കണക്ക് കൂടി നമ്മൾ നോക്കുകയാണ്. 2019-ലെ കണക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. 2019-ലെ വോട്ടർമാരുടെ കണക്ക് ഇങ്ങനെയാണ്. 13,40,193 വോട്ടർമാർ ആകെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ. 6,40,41,473 പുരുഷന്മാർ, 6,98,718 സ്ത്രീ വോട്ടർമാർ, 2 ട്രാൻസ്ജെൻഡർ വോട്ടർമാർ, അങ്ങനെ 13 ലക്ഷത്തിൽ പരം വോട്ടർമാരുള്ള പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. പറഞ്ഞതുപോലെ 3 തവണയും ആന്റോ ആന്റണിയാണ് അവിടെ നിന്ന് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഡൽഹിക്ക് പോയിട്ടുള്ളത്. 2014-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എങ്ങനെയാണ് എന്ന് ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം. ആന്റോ ആന്റണി ജയിച്ച ആ റിസൾട്ട് ഇങ്ങനെയാണ്. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി 3,58,842 വോട്ടുകൾ നേടി. MT രമേശ് BJP സ്ഥാനാർത്ഥി, അദ്ദേഹം 1,38,954 വോട്ടുകൾ നേടി. ഫിലിപ്പോസ് തോമസ് LDF സ്ഥാനാർത്ഥി, അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് മാറി LDFന്റെ ഭാഗത്തേക്ക് ചേർന്നു. LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. 3,02,651 വോട്ടുകൾ, 56,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആന്റോ ആന്റണി 2014-ൽ ജയിച്ചത്. പക്ഷേ 2019 എത്തുമ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 3ാം അംഗത്തിനിറങ്ങിയ ആന്റോ ആന്റണിയുടെ ആ മത്സരത്തിന്റെ റിസൾട്ട് നമുക്ക് ഇങ്ങേ വശത്ത് കാണാം. UDF സ്ഥാനാർത്ഥിയായിരുന്ന ആന്റോ ആന്റണി അന്ന് നേടിയത് 3,80,927 വോട്ടുകൾ നേടി അദ്ദേഹം. K. സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ 2,97,396 വോട്ടുകൾ. വീണ ജോർജ് നിലവിലെ മന്ത്രിസഭയിലെ അംഗം വീണ ജോർജ് 3,36,684 വോട്ടുകൾ. ഭൂരിപക്ഷം 44,243 വോട്ടുകൾ. അതായത് ആന്റോ ആന്റണിയുടെ ഭൂരിപക്ഷത്തിൽ ഒരു ചെറിയ കുറവുണ്ടായി എന്നുള്ളതാണ്. ശക്തമായൊരു ത്രികോണ പോര് പ്രതീക്ഷിച്ച പത്തനംതിട്ടയിൽ പക്ഷേ ആന്റോ ആന്റണി അന്ന് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിരുന്നില്ല. വീണ ജോർജിന്റെ ആറന്മുളയടക്കം 6 നിയമസഭാ മണ്ഡലങ്ങളിലും ആന്റോ ആന്റണി ലീഡ് നേടുകയും ചെയ്തു. അടൂരിൽ മാത്രം അദ്ദേഹം പിറകോട്ട് പോയി. അടൂരിൽ വീണ ജോർജ് 1ാമതും K. സുരേന്ദ്രൻ 2ാമതും എത്തിയപ്പോൾ ആന്റോ ആന്റണി അന്ന് 3ാമതായാണ് അടൂരിൽ ഫിനിഷ് ചെയ്തത്. ശബരിമല സ്ത്രീ പ്രവേശനം ഉൾപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു അന്ന് BJP വലിയ തോതിൽ അന്ന് പ്രചാരണം നടത്തിയത്. K. സുരേന്ദ്രൻ തന്നെ നേരിട്ട് വന്ന് മത്സരിച്ചതും. പക്ഷേ BJPയുടെ ആ തന്ത്രം പൊളിഞ്ഞു എന്ന് തന്നെ പറയാം. പക്ഷേ കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കണക്ക് കൂടി പറയാം. 2009-ൽ 1,11,206 വോട്ടുകൾക്കാണ് ആന്റോ ആന്റണി അന്ന് ജയിച്ചത്. 2014-ൽ 56,000 കുറഞ്ഞു. 2019-ൽ അത് 44,000 കുറഞ്ഞു. ആന്റോ ആന്റണിയുടെ ഭൂരിപക്ഷം 3 തവണ വരുമ്പോഴും കുറഞ്ഞ്
വരുന്നതായി നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. എന്തായാലും സ്വാഭാവികമായും കോൺഗ്രസിന് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കൂടി നമ്മൾ നോക്കുകയാണ്. എങ്ങനെയാണ് നിയമസഭാ സീറ്റുകൾ പ്രതികരിച്ചത് എന്ന് നോക്കാം. പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ സീറ്റുകൾ, പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കീഴിൽ വരുന്ന 5 സീറ്റുകൾ, കോട്ടയത്ത് 2 സീറ്റുകൾ, കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും തിരുവല്ലയും റാന്നിയും ആറന്മുളയും കോന്നിയും അടൂരും അടക്കമുള്ള നിയമസഭാ സീറ്റുകൾ പൂർണ്ണമായും ചുവന്ന് തുടുത്തു നിൽക്കുന്നു. LDFന് വലിയ മേൽക്കൈ 2021 നേടാൻ സാധിച്ചു. വോട്ട് വിഹിതത്തിലും വലിയ വ്യത്യാസമുണ്ടാക്കാൻ സാധിച്ചു. ആ കണക്ക് കൂടി ഇങ്ങേ വശത്ത് നമുക്ക് കാണാം. 43.18% LDF, 35.23% UDF, BJP 15.74%. ഇങ്ങനെ ഇത്രയേറെ വലിയ ഒരു വോട്ട് വിഹിതം, 43% വോട്ട് വിഹിതം അവിടെ LDFനുണ്ട്. കഴിഞ്ഞ തവണ അമ്പേ പരാജയപ്പെട്ടു പോയിട്ടും 43% വോട്ടുണ്ട്. കഴിഞ്ഞ തവണ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ വെല്ലുവിളികൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ മാത്രമല്ല, പാർട്ടിക്കകത്തും അദ്ദേഹത്തിന് വലിയ എതിരാളികളെ നേരിടേണ്ടി വന്നാണ് ആ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ജയിച്ചത്. ഏതായാലും പത്തനംതിട്ടയിൽ ഇത്തവണയും ആരാകും സ്ഥാനാർത്ഥി എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന, ത്രികോണ മത്സരത്തിന് സമാനമായ മത്സരം നടക്കുന്ന പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണയും തീപ്പൊരിഞ്ഞ പോരാട്ടം തന്നെയായിരിക്കും.